എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിലെ 7-ാം അധ്യായത്തിൻ്റെ അകത്ത് 20-ാം വാക്യത്തിൽ വരുമ്പോൾ കുഞ്ഞ് ദിവ്യ സുന്ദരനെന്ന് കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ ഒരു വെർഷൻ പറഞ്ഞിരിക്കുന്നത് മോസസ് വാസ് ബ്യൂട്ടിഫുൾ ടു ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോസസ് വാസ് ബ്യൂട്ടിഫുൾ ടു ഗോഡ്. സ്തോത്രം. ദിവ്യസുന്ദരൻ എന്നുള്ളതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്തോത്രം, അവനെ അവളെ ഇട്ടൊന്നും വട്ട് തട്ടരുത്. വേദനിക്കുന്ന ഒരു അപ്പൻ മുകളിലുണ്ട്, തന്നയപ്പൻ. സ്തോത്രം. ആ അപ്പം പറയുന്നത് എന്നാണെന്നറിയോ? ഹീ ഈസ് ബ്യൂട്ടിഫുൾ ടു മീ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ടു മീ. ഇത് നമ്മൾ ചിന്തിച്ചോണം. ദൈവം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിനെ നമ്മൾ പറഞ്ഞ എടാ മണ്ട, മണ്ടി എന്നൊക്കെ വിളിക്കുന്നത് മാർക്ക് കുറയുമ്പോൾ. സ്തോത്രം. ഇപ്പം ആരും അങ്ങനെ വിളിക്കാറില്ല. ഇപ്പം വിളിക്കുന്നത് യു ഫൂൾ, പ്രൈസ് ഗോഡ്, ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. സ്തോത്രം. പരീക്ഷയിലോ ഒന്ന് തോറ്റു കഴിഞ്ഞാലോ മാർക്ക് കുറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. റാങ്ക് മേടിക്കുന്നവനെ കഴിഞ്ഞ് ഉന്നത നിലയിൽ സ്തോത്രം ജസ്റ്റ് പാസ്സായിട്ടുള്ളവർ ഉയർന്ന ചരിത്രമുള്ള സഭയായത്. സ്തോത്രം. അതുകൊണ്ട് റാങ്കിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ദൈവം ഒരുവനെ ഉയർത്തണമെങ്കിൽ കുപ്പയിൽ നിന്ന് ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ ഇവിടെ സ്തോത്രം ദിവ്യ സുന്ദരൻ എന്ന് കണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം, എനിക്ക് ദൈവം തന്നിരിക്കുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം തരുന്ന പ്രതിഫലമാണ് ദൈവം തരുന്ന. ഇപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി ഇറ്റ്സ് എ ഗിഫ്റ്റ്. സ്തോത്രം. പിള്ളേരെന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന സ്തോത്രം. അപ്പോൾ അത് തരുമ്പോഴേ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹീ ഈസ് ബ്യൂട്ടിഫുൾ ടു മീ. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. അപ്പൻ അങ്ങനെ ആയിരിക്കണം, അമ്മയ്ക്ക് അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. ചർച്ചെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫാമിലി. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ആരാണ്? ബ്യൂട്ടിഫുൾ ടു മീ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? ഈ സഭയിലെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെയാണ്. സ്തോത്രം. അവരെ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോരുത്തരും ഞാനിങ്ങനെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഏറ്റവും ഉന്നത നിലയിൽ അവരെ എത്തിക്കണേ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില ആരോഗ്യ വിഷയങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി ചങ്ക് തകരാറുണ്ട്. സ്തോത്രം. വേദനിക്കാറുണ്ട്. കാരണം എന്താ? സ്തോത്രം. ദൈവത്തിന് ബ്യൂട്ടിഫുള്ളാണ്.